പകൽക്കാലം ദൈവം തന്ന ചില ചിന്തകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ദൈവത്താൽ ശരണപ്പെടുകയാണ്. നമുക്കറിയാം, ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിൽ നിന്നിട്ട് പിന്മാറ്റത്തിലോട്ട് പോയിരിക്കുന്ന പല വ്യക്തി ജീവിതങ്ങളെയും നമുക്കറിയാവുന്നതാണ്. ഹല്ലേലൂയ. നമുക്ക് ബൈബിൾ വചനങ്ങൾ വായിച്ചു പഠിക്കുമ്പോൾ ഹല്ലേലൂയ, പത്രോസ് എന്ന മനുഷ്യൻ ഹല്ലേലൂയ ദൈവസ്നേഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിനോട് ചേർന്ന് നടന്ന പത്രോസ് ഒരു സമയത്ത് പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞൊരു സാഹചര്യമുണ്ട്. ഹല്ലേലൂയ. അതെല്ലാവർക്കും നമുക്കറിയാവുന്നതാണ്. പത്രോസ് 3 വട്ടം കർത്താവിനെ തള്ളിപ്പറഞ്ഞു. ഹല്ലേലൂയ. ആ 3 വട്ടം കർത്താവിനെ തള്ളിപ്പറഞ്ഞപ്പോഴും ആ പറയപ്പെടുന്ന പത്രോസ് എന്റെ ശിഷ്യനാണ്, അല്ലെ അവനും എന്റെ കൂടെ ഉള്ളവനാണ് എന്ന് ഒരു കാരണവശാലും കർത്താവായ യേശുക്രിസ്തു അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷേ ഹല്ലേലൂയ, അവിടെ ഒരു വലിയൊരു പ്രസംഗം നടത്തി, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് മാറിപ്പോയ, എന്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോയ പത്രോസിനെ തിരിച്ചു കൊണ്ടുവരാൻ വലിയൊരു പ്രസംഗമൊന്നും അവിടെ നടത്തിയതായി കാണുന്നില്ല. ഹല്ലേലൂയ. പക്ഷേ ആ കർത്താവിന്റെ ദൈവസ്നേഹം തിരിച്ചു കൊണ്ടുവരാൻ കർത്താവ് അവിടെ ഒരു കോഴിയെ ഉപയോഗിച്ചുവെങ്കിൽ ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിലെ, നിന്റെ പിന്മാറ്റ ജീവിതത്തിലെ ലോകപരമായ ചിന്തയിലേക്ക് നീ ദൈവസ്നേഹത്തിൽ നിന്ന് വിട്ടുമാറി അകന്നു നിന്ന നിന്നോടാണ് എനിക്ക് പറയുവാനുള്ളത്. നീ എത്ര അകന്നാലും നിന്നെ ചേർത്ത് മാറോട് വെക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിൽ നിന്നും വിട്ടുമാറിപ്പോയാലും ഹല്ലേലൂയ, നിന്നെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവസ്നേഹത്തിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരുന്ന കാലം വിദൂരമല്ല. ഈ ദൈവവചന ചിന്തകളാൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.